എന്താ ആരാന്ന് അതാണ് ആരാണ് എന്താണ് ഹായ് ഗായ്സ്, ഞാൻ ഇരിക്കുന്നത് ബുറാക്കിന്റെ പുറത്താണ്. ഇതാണ് നമ്മുടെ സ്വന്തം ബുറാക്ക്. ബുറാക്ക് നല്ല മുത്തിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ ബുറാക്കിനെ ഇത്രയും സുന്ദരനാക്കി നിർത്തിയേക്കണത് ബുറാക്കിനെ നോക്കുന്ന ആദിലാണ്. അയ്യോ, ബുറാക്കിന്റെ പുറത്ത് വീഴും. അപ്പൊ നമുക്ക് എന്തായാലും ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ട് ബുറാക്കിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പൊ ബുറാക്കിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ബുറാക്കിനെ കാണുമ്പോൾ നമ്മൾ കരുതും ബുറാക്കിനെ നോക്കുന്നത് ഒരുപാട് പേരാണ്, അല്ലെങ്കിൽ ഒരു വലിയ ആളാണെന്ന്. പക്ഷെ നമ്മളെ ബുറാക്കിനെ നോക്കുന്ന ഒരു കൊച്ചാളാണ്. +2 പഠിക്കുന്ന ആദിലാണ്. ആദിൽ, പറയൂ, എന്താണ് ബുറാക്കിനെ മേടിക്കാനുള്ള കാര്യം? എന്താ ആഗ്രഹപ്പുറത്തോ? സാധാരണ ആൾക്കാർ ഈ ഒരു കുഞ്ഞു പ്രായത്തില് പൂച്ചേനെയോ പട്ടീനെയോ ഒക്കെ അല്ലേ മേടിക്കുക. ഇത്രയും വലിയൊരു ജീവിനെ മേടിക്കാൻ അപ്പൊ എവിടുന്നാ മേടിച്ചത് ഇതിനെ? ഞങ്ങൾ കൊല്ലത്തുനിന്നാണ്. കൊല്ലത്തുനിന്നോ? കൊല്ലത്താണോ ബുറാക്ക് ജനിച്ചത് രാജസ്ഥാനാണ്. 6 മാസമായിട്ടുള്ളൂ നാട്ടിലെത്തിച്ചിട്ട്. 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിന് എത്ര വയസ്സായി? ഇതിനൊരു 10 വയസ്സ് എടുത്തിട്ടുണ്ടാവും. 10 വയസ്സിന്റെ അടുത്തായി. അപ്പൊ എത്രാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? 9 വയസ്സ് ആ ടൈം ആയപ്പോഴും. ആണോ? അതുവരെ കൊല്ലത്താണോ? കൊല്ലത്തല്ല, രാജസ്ഥാനിലാണ്. അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആരാണ്. അപ്പൊ കൊല്ലത്തോട്ട് എപ്പോഴാ വന്നേ? 9 വയസ്സിലാണ് കൊല്ലത്തിലേക്ക് വന്നത്. അവിടുന്ന് പിന്നെ നിങ്ങൾ ഓക്കെ. എന്നിട്ട് ഇപ്പൊ നല്ല കൂട്ടാണോ നിങ്ങൾ? നല്ല കൂട്ടാണ്, നല്ല കണക്ഷനാണ്, പെട്ടെന്ന് കമ്പനിയാവും. ആണോ? ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹമാണ്. പേരൊക്കെ വിളിച്ചാ നോക്കും. ആണോ? നമ്മളിപ്പോ അവിടെ ദൂരത്ത് വെച്ചുണ്ടായാലും നമ്മുടെ അടുത്തേക്ക് വരും. ആണോ? അത്രയും സ്നേഹമാണോ? ഭയങ്കര അനുസരണയാണ്. വിളിച്ചാലൊക്കെ വരും. ഇരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്. ആണോ? അപ്പൊ ഈ 9 വയസ്സ് വരെ വേറെ ആള് നോക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോ ചെറിയൊരു അഗ്രഷൻ ഉണ്ടാവുള്ളൂ ആ ടൈമില്. പിന്നെ നമ്മളെ ടൈമായി നമ്മ തീറ്റ ഇണങ്ങുവോ വേഗം? എന്തൊക്കെയാണ് ഇയാളുടെ ഫുഡൊക്കെ കഴിക്കുന്നത്? ഇയാള് ഫുഡ് പുല്ല് എല്ലാം, പിന്നെ പച്ചക്കറി വേസ്റ്റ്, പിന്നെ തവിട്, പെല്ലറ്റ്. പശുവിനൊക്കെ കൊടുക്കുന്ന സെയിം പെല്ലറ്റ്. പിന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് വേറെ പെല്ലറ്റ് കൊണ്ടുവരുന്നുണ്ട്. വേറെ ഈ അസുഖങ്ങളൊക്കെ വരുമോ? അസുഖങ്ങൾ ചെറിയ ഫംഗസ് വരും. ഈ രാജസ്ഥാനിലെ ചൂടല്ലേ, ഇവിടെ മഴക്കാലത്ത് ആകുമ്പോഴേക്കും ഫംഗസ് വരും. ഫംഗസ് ഒന്ന് പ്രോപ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖത്ത് ചെറുതായിട്ടുള്ളൂ, വേറെ മാറി വന്നതിനല്ല. ബുറാക്കിന് ഭയങ്കരമായിട്ട് പേഷ്യൻസ് കുറയുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ ശ്വാസമൊക്കെ വിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആവോ? മുഖത്തൊട്ടാ മാത്രമുള്ളൂ ചെറിയൊരു ഇത്. വേറെ ഭാഗത്ത് വേറെ സൈഡിലൊന്നും വേറെ സൈഡിലൊന്നും കൊട്ടുന്ന ഒരു കുഴപ്പമില്ല. ആണോ? ഓക്കെ. അപ്പൊ ഈ ഇത് ഫംഗസ് വന്നു പറഞ്ഞിട്ട് അതിനെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യണത് നമ്മ ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ നമ്മ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മാറിപ്പോക്കോളും. പിന്നെ ഈ കാലാവസ്ഥ മഴ ഇതൊക്കെ ആയിട്ട് ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് ഇല്ല, ഞങ്ങൾ ചെയ്യും ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്റെ ഫേസിൽ ഇങ്ങനെ ഫംഗസ് വന്നൊക്കെ പറഞ്ഞല്ലോ. കാലാണെങ്കിലും എത്ര ചൂടുള്ള മണലില് ചവിട്ടാനും കുഴപ്പമില്ല. മഴയത്ത് വരുമ്പോഴാണ് ഇതിന്റെ ബോഡിയിൽ വെള്ളം വരുന്ന ഫംഗസ് വന്നത്. ഓ, അപ്പൊ അതിനാണ് നേരത്തെ ഇഞ്ചക്ഷൻ എടുക്കുന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇവരെ ഒരു ഷെൽട്ടർ ഒക്കെ വേണ്ടേ ഇവർക്ക്? സ്റ്റേബിൾ പോലെ ഉണ്ട് ഞങ്ങക്ക്, കെട്ടി നിർത്താൻ പറ്റിയ. ഇവന് ഹൈറ്റ് അത്യാവശ്യം വേണം, സ്റ്റേബിൾ നിക്കാൻ പറ്റിയ രീതിയിലാണ് സ്റ്റേബിൾ നിർത്തിയേക്കണം. അപ്പൊ അവർക്ക് അവിടെ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പശുവിനാവുമ്പോ തൊഴുത്തുണ്ടാക്കുമ്പോ അതിന് അങ്ങനെ പ്രത്യേക ആവശ്യങ്ങൾ, സൗകര്യങ്ങൾ, അതേപോലെ നിൽക്കാനുള്ള സ്പേസും വേണം. അതാണ് മെയിൻ. വേറെ അങ്ങനെ സൗകര്യങ്ങൾ വേറെ ഒന്നും വേണ്ട. ഫാനൊക്കെ വെച്ചു, ഞങ്ങൾ ഫാനൊക്കെ വെച്ചു. അത് ഞാൻ കണ്ടിട്ട് ചില കാലിത്തൊഴുത്തിലൊക്കെ ഫാനൊക്കെ വെച്ചേക്കാം. ചൂട് ഓവറാകുമ്പോ ഫാൻ ഇട്ട് കൊടുക്കും. ഫാനൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മിക്ക സമയം പറമ്പിൽ ഫുഡ് കഴിക്കാൻ കിട്ടിയേക്കും. അവരവിടുന്ന് തന്നെ മേഞ്ഞോളും. പിന്നെ നമ്മ കൊറേ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ വൈകിട്ട് 2 നേരമായിട്ട് കൊടുക്കും. ഈ പറഞ്ഞ പെല്ലറ്റും കാര്യങ്ങളൊക്കെ 2 നേരമായിട്ട് കൊടുക്കും. പിന്നെ ഇതിന് അങ്ങനെ എന്താണ് വൈറ്റമിൻസ് അങ്ങനത്തെ മിനറൽസും വൈറ്റമിൻസും എല്ലാം ഉണ്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ വിമറാൾ പോലത്തെ അങ്ങനത്തെ ഓക്കെ പ്രോട്ടീനും കണ്ടന്റ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡി ആവുന്നുണ്ട്. ആണല്ലേ?
ഓക്കെ. നമ്മൾ ഇതിന് സ്നേഹത്തിനെ പറ്റി പറഞ്ഞല്ലോ, ഭയങ്കര ആളായിട്ട് അറ്റാച്ച്മെന്റ് ആവും, തീറ്റ കൊടുക്കണായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആവും. ആണോ? നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ഇല കൊടുത്തു കഴിഞ്ഞാൽ നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആവും. കുറച്ചിട്ട് ഒരു മിങ്കിളാവണം കുറച്ച് time. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടും. എന്ത് ചെയ്താലും ദേഷ്യപ്പെടുക? അതിന്റെ ഫേസിൽ തൊട്ടാലും പിന്നെ ഉപദ്രവിച്ചാലും ദേഷ്യപ്പെടും, നമ്മളെ ബൈറ്റ് ചെയ്യാൻ വരും. ബൈറ്റ് ചെയ്യാൻ വരും. ഈ കുതിര മാത്രമാണോ ചവിട്ടുക? ഇവര് ചവിട്ടോ? ചവിട്ടും. അത് എന്തെങ്കിലും നമ്മ മുന്നേ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? അത് അവനെ ചവിട്ടിയിട്ടുണ്ടാവും. എവിടെ പോയി അവൻ പോയോ? പോയേക്കും അപ്പുറത്ത് കുതിരടുത്തേക്ക് പോയേക്കും. എന്ത് ചെയ്താ അവരെ? കുളിപ്പിച്ചോണ്ടിരുന്നപ്പോ ഒരച്ചതാ, ബ്രഷ് ചെയ്തതാ, അപ്പൊ ചവിട്ടിയാണ്. എന്നിട്ട് വല്ലതും കാര്യമായിട്ട് പറ്റില്ല, വലിയ പെയിൻ ഉണ്ടായില്ല. ഓക്കെ. ഇത് പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്? പരിപാടികൾക്ക് കൊണ്ടുപോകുന്നു. എന്താ പരിപാടി? കല്യാണ പരിപാടി, റാലി, പിന്നെ ഫെസ്റ്റിവല്. ഓക്കെ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കാണുമ്പോ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരെ കണ്ട എത്ര ഉണ്ടായാലും കുഴപ്പമില്ല, വണ്ടികളും കണ്ടാൽ കുഴപ്പമില്ല, എല്ലാം കണ്ടേക്കണാണ്, കണ്ട് ശീലമായ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് അങ്ങനെ പേര് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒറ്റയ്ക്കായ ലോൺലിനെസ് ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയില്ല. ഇവർക്ക് ക്രോസ് ചെയ്യിക്കണെങ്കിൽ വേറെ സ്ഥലത്തുണ്ടെ ക്രോസ് ചെയ്യിച്ച് കൊണ്ടുവരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില മറ്റേ ഹസ്കി പട്ടിക്കൊക്കെ കണ്ടിട്ടില്ല, ഒറ്റയ്ക്കായ അവർക്ക് ഭയങ്കര എഫക്ട് ചെയ്യും മെന്റലി. അങ്ങനെയില്ല. ഞങ്ങൾ മിക്കപ്പോഴും അടുത്തുണ്ടാവും, ഇതിന്റെ ഭയങ്കര ഇതായിരിക്കും, എപ്പോഴും അടുത്തുണ്ടാവും. ഫുഡും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും. അതില് ക്ലാസ്സിൽ പോകുമ്പോ ആരാ നോക്കുന്നത്? ക്ലാസ്സിൽ പോകുമ്പോ കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരൻ നോക്കണം. കൂട്ടുകാരന് ക്ലാസ്സില് ഇല്ല, അവന് പഠിപ്പ് കഴിഞ്ഞാണ്. ആണോ? ഓക്കെ. അപ്പോ മെയ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാം. ഓക്കെ. ഇതിപ്പം ബുറാക്ക് ഒരു ആങ്കൊച്ചല്ലേ? അപ്പം അസുഖം വന്നാലൊക്കെ നമ്മള് ഇവിടുന്ന് തന്നെ ട്രീറ്റ് ചെയ്യാം. അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഓക്കെ. നമ്മളിപ്പോ ബുറാക്കിന്റെ വിശേഷങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. നമുക്കിനി എന്തായാലും ബുറാക്കിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമുക്കിനി ഒരു കുതിരക്കുട്ടന്റെയും കാളക്കുട്ടന്റെ അടുത്തേക്ക് പോവാം. അവര് നമ്മളെ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.